പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈശോ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയതിനു ശേഷം അവരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ പത്രോസ് ഈശോയോട് യോഹന്നാനെ കുറിച്ച് ചോദിക്കുന്നു. ഈശോയും വത്സല ശിഷ്യനും എന്നുള്ള ആ ഒരു തലക്കെട്ടിൽ നമ്മൾ കാണുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് ധ്യാനത്തിനുള്ളത്. ഈശോയോട് പത്രോസ് ചോദിക്കുന്നു, ഇവന്റെ കാര്യം എന്താണ്? അപ്പോൾ ഈശോ പറയുന്നു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, യോഹന്നാനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. ഇതിന്റെ ഈ തിരുവചനത്തിന്റെ ഒരു വളരെ പോപ്പുലറായ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: യോഹന്നാൻ റെപ്രസെന്റ് ചെയ്തത്, പ്രതിനിധീകരിച്ചത് സ്നേഹത്തെയാണ്. സ്നേഹം എന്ന കാര്യത്തിന്റെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കപ്പെടുന്നു. ഞാൻ വരുന്നത് വരെ യോഹന്നാൻ മരിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് സ്നേഹം എന്ന കാര്യം മരിച്ചു പോകരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഈശോ പറയുകയായിരുന്നു എന്ന് വ്യാഖ്യാനങ്ങളുണ്ട്. രണ്ടാമതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പത്രോസിനോട് ഈശോ പറഞ്ഞ കാര്യമാണ്. നീ എന്തിനാണ് മറ്റ് ഒത്തിരി കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത്? നീ എന്നെ അനുഗമിക്കുക, നീ നിന്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അമിതമായി ആകുലപ്പെടേണ്ട, ശ്രദ്ധിക്കേണ്ട, വിഷമിക്കേണ്ട. കാരണം ദൈവത്തിന് അവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്, ഈശോയ്ക്ക് യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ പ്രതിനിധീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ദൈവം അവരുടെ കാര്യം നോക്കിക്കൊള്ളും. ദൈവത്തിന് അവരെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കൂടുതലായി ശ്രദ്ധിച്ച് നീ നിന്റെ ജീവിതത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു പത്രോസിനെ. ഒപ്പം നമ്മളെയും പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ശ്രദ്ധിക്കുകയും സ്വന്തം കാര്യം മറന്നുപോവുകയും ചെയ്യുന്ന ഹതഭാഗ്യരായി നമ്മൾ ചിലപ്പോഴെങ്കിലും മാറാറുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിയോഗവും വിളിയും, അല്ലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗവും വിളിയും, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിലേക്ക് നമുക്ക് ഫോക്കസ്ഡ് ആവാൻ, ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ ഈശോ പത്രോസിനോട് പറഞ്ഞ ഈ വാക്യം നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു. നീ എന്നെ അനുഗമിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ പലപ്പോഴും ആവശ്യത്തിലധികം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ ആയിരിക്കുന്നു എന്നതിനെ കുറിച്ച് ആകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്നാമതായി ആത്മപരിശോധന ചെയ്യുവാനും അതിനുശേഷം മാത്രം മറ്റുള്ളവരുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടാനും ഞങ്ങൾക്കിടയാകട്ടെ. ഈശോയെ, അങ്ങ് പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിരിക്കുമ്പോൾ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം നീ കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുടെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ നല്ലവരായി മാറുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.